ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന് പറയുന്ന ഒരു രസകരമായ ഡ്രാമയുടെ സ്റ്റോറി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സി കിംഗെയും നിങ് ബു ഹോയും ആണ് ഇതിലെ മെയിൻ ലീഡ്സ് വരുന്നത്. ഈ ഗ്രൂപ്പിൻ്റെ പ്രസിഡൻ്റാണ് സി കിംഗ്. എന്നാൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇരുവരും ബന്ധം പിരിയുന്ന സമയത്ത് നമ്മുടെ നിങ് ബു ഹോയ് പ്രഗ്നൻ്റ് ആയിരുന്നു. പ്രസവശേഷം അവൾക്ക് ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ട് സിംഗിൾ മദറായി ജീവിക്കുകയാണ്. 7 വർഷങ്ങൾക്കിപ്പുറം അവർ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ തെറ്റിദ്ധാരണകളെല്ലാം മാറി വീണ്ടും ഒന്നിച്ച് ജീവിക്കാൻ ആരംഭിക്കുന്ന ഒരു കഥയാണിത്. അപ്പോൾ നമുക്കിനി കഥ കേട്ടാലോ? അതിനു മുന്നേ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഇതുപോലെ രസകരമായ മറ്റൊരു ഡ്രാമാസിൻ്റെയും വീഡിയോസ് ഞാൻ ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുക്കാം. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കി വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി കഥ തുടങ്ങിയാലോ? സെലീനയെ ദുരൂഹ സാഹചര്യത്തിൽ കാണുന്നിടത്താണ് ഡ്രാമ ആരംഭിക്കുന്നത്. 7 വർഷങ്ങൾക്കിപ്പുറം അവൾക്ക് 2 മക്കളുണ്ട്, ബെല്ലയും സ്റ്റെർലിങ്ങും. ഒഫീലിയ മൂ എന്നാണ് അവൾ അറിയപ്പെടുന്നത്. മാസ്റ്റർ മൂൻ്റെ പേരക്കുട്ടി. അങ്കിൾ സാൻ കുട്ടികളെ കളിക്കാൻ കിൻഡർ ഗാർഡനിൽ കൊണ്ടുവിടുന്നു. അതേസമയം ഒഫീലിയ മൂ മിസ്റ്റർ സിയുടെ അസിസ്റ്റൻ്റ് വന്ന് വിളിച്ചപ്പോൾ അയാളോടൊപ്പം മിസ്റ്റർ സിയുടെ വീട്ടിലേക്ക് പോകുന്നു. മിസ്റ്റർ സി അവളെ കണ്ടതും സെലീന എന്നും പറഞ്ഞ് ഉമ്മ വയ്ക്കാൻ ശ്രമിക്കുന്നത് അവൾ തടയുന്നു. ഇതിഷ്ടപ്പെടാതെ അവൾ അവിടെ നിന്നും പോകാൻ ഒരുങ്ങുമ്പോൾ അവൻ്റെ ഗാർഡ്സ് അവളെ പിടിച്ചു വെക്കുന്നു. കുട്ടികളുടെ കയ്യിലുള്ള വാച്ച് വഴി അവർ അമ്മയുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവിടേക്ക് പോകുന്നു. കുട്ടികളെ കണ്ട മിസ്റ്റർ സിക്ക് ഇത് തൻ്റെ മക്കളാണോ എന്ന സംശയം തോന്നുന്നു. കുട്ടികൾ അതാണ് അവരുടെ അച്ഛനെന്ന് കരുതി ഡാഡി എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്നു. എന്നാൽ ഇതല്ല അച്ഛനെന്ന് ഒഫീലിയ പറയുന്നു. പെട്ടെന്ന് തന്നെ മിസ്റ്റർ സിയും കുട്ടികളും കൂട്ടായി. അവർ അയാളെ അങ്കിൾ സി എന്ന് വിളിക്കാൻ തുടങ്ങി. ഒഫീലിയയും കുട്ടികളും പോയപ്പോൾ സെലീന എങ്ങനെ ഒഫീലിയ എന്ന് ആൾക്ക് സംശയമായി. അസിസ്റ്റൻറ്റിനോട് അവരുടെ മേലൊരു കണ്ണ് വേണമെന്നും പറയുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഒഫീലിയയുടെ വീട്ടിലേക്ക് മിസ്റ്റർ സി വരുന്നു. തൻ്റെ കുട്ടികളാണെന്ന് കരുതി വാതിൽ തുറന്ന് അവൾ അയാളെ കണ്ടപ്പോൾ ഞെട്ടി. കുട്ടികളോട് വാച്ച് വഴി സംസാരിച്ചപ്പോൾ വീട്ടിലെത്താറായെന്ന് അവർ പറഞ്ഞിരുന്നു. വീണ്ടും പാസ്വേഡ് മറന്നോ എന്നും ചോദിച്ചാണ് അവൾ വാതിൽ തുറന്നത്. അനുവാദം കൂടാതെ മിസ്റ്റർ സി അകത്ത് കടന്നു. പുതിയ അയൽക്കാരനാണെന്നും സ്വയം പരിചയപ്പെടുത്തി. നീ സെലീന അല്ലേ, അതിൻ്റെ കുട്ടികളല്ലേ എന്നൊക്കെ അവൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. സെലീനയ്ക്ക് ഷോൾഡറിൽ ടാറ്റു ഉണ്ടായിരുന്നു. ഒഫീലിയയ്ക്ക് അതുണ്ടോ എന്നവൻ നോക്കുമ്പോൾ അവൾക്ക് അങ്ങനെ ടാറ്റു ഇല്ലായിരുന്നു. ഈ പ്രവൃത്തി ഒഫീലിയയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതേ സമയം കുട്ടികൾ വരുന്നു. സ്നേഹത്തോടെ അയാൾ അവരെ തലോടി അവരിൽ നിന്നും മുടി പിഴുതെടുക്കുന്നു. കുട്ടികൾ ചോദിക്കുന്നുണ്ട് അങ്കിൾ സിംഗിളാണോ, എത്ര വയസ്സായെന്നൊക്കെ. കുട്ടികൾ അടിപൊളി തന്നെ, മെച്യൂർഡ് ആൻഡ് ക്യൂട്ട്. അവരുടെ സംസാരം കേട്ടിട്ടാണ് ഞാൻ ഈ ഡ്രാമ കണ്ടു തുടങ്ങിയത് തന്നെ. സ്റ്റെർലിംഗ് പറയുന്നുണ്ട്, അമ്മയ്ക്കൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി, വീട്, കാറില്ല, സിംഗിളാണ്, ഡ്രാമാസ് കാണുന്നത് മാത്രമാണ് ഏക പോരായ്മയെന്ന്. സൈകെട്ട് ഒഫീലിയ താൻ ഒഫീലിയാണെന്ന് തെളിയിക്കുന്ന ID കാണിക്കുന്നു. വീട്ടിന് പുറത്തെത്തി കുട്ടികളുടെ മുടി തൻ്റെ അസിസ്റ്റൻറ്റിന് DNA ടെസ്റ്റ് ചെയ്യാൻ അയാൾ നൽകുന്നു. മാൻഷനിൽ ഒഫീലിയയുടെ തിരിച്ചുവരവ് ആഘോഷിക്കുകയാണ് മാസ്റ്റർ മൂ. ലിയോൺസിയും അവിടെയുണ്ട്. ഒഫീലിയയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൾ വിദേശത്തായിരുന്നു. ആക്സിഡൻറ്റ് പറ്റി ഓർമ്മശേഷി നഷ്ടപ്പെട്ടെന്നൊക്കെ മാസ്റ്റർ മൂ മിസ്റ്റർ സിയോട് പറയുന്നു. മാസ്റ്റർ മൂ തൻ്റെ ബിസിനസ് എല്ലാം ഒഫീലിയയ്ക്ക് കൈമാറാൻ തീരുമാനിക്കുന്നു. MK കമ്പനിയിൽ ജോയിൻ ചെയ്യണമെന്ന നിബന്ധനയിൽ. മാൻഷനും അവൾക്കാണ് നൽകുന്നത്. എന്നാൽ ഇതിഷ്ടപ്പെടാതെ മാഡം മൂവും അവരുടെ മകൾ ആൽത്തിയെയും അവളെ പരിഹസിക്കുമ്പോൾ മകളെ ഒഫീലിയ അടിക്കുന്നു. അവൾ തിരിച്ച് ഒഫീലിയയുടെ മുഖത്ത് വെള്ളം ഒഴിക്കുമ്പോഴേക്കും മിസ്റ്റർ സി വന്നവിടെ നിൽക്കുന്നതോടെ പെണ്ണാണെന്ന് പറഞ്ഞ് അവൻ ആൽത്തിയയെ വോൺ ചെയ്യുന്നു. അവളാകട്ടെ മാപ്പും ചോദിക്കുന്നു. ഒഫീലിയയും കൊണ്ട് മിസ്റ്റർ സി അവിടെ നിന്ന് പോകുമ്പോൾ രക്ഷിച്ചതിന് അവൾ അയാളോട് നന്ദി പറയുന്നു. അതിനിടയിൽ കോളിൻഷൻ വന്ന് DNA ടെസ്റ്റ് റിസൾട്ട്സ് അറിയിക്കുന്നു. കുട്ടികൾ ലിയോൺസിയുടേതല്ല. തിരികെ വീട്ടിലെത്തി സെലീനയും ലിയോൺസിയും തമ്മിലുള്ള വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്ത് അയാൾ അവളവിടെ ഉണ്ടെന്ന ഇല്യൂഷനിൽ അവളെ ഉമ്മ വയ്ക്കുന്നു. ഇനിയൊരിക്കലും അവൾ നഷ്ടമാകരുതെന്നവൻ ഉറപ്പിക്കുന്നു. പിറ്റേന്ന് MK കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ ഒഫീലിയ പോകുന്നു. CEO മിസ്റ്റർ സി ആണെന്നറിയാതെ അവനും അവിടെ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് തെറ്റിദ്ധരിച്ച് അവൾ അവനോട് സംസാരിക്കുന്നു. എന്നാൽ പിന്നീട് CEO ആണെന്നറിഞ്ഞ് അവൾ നല്ല രീതിയിൽ പെരുമാറുന്നു. അവൾക്ക് പ്രൊമോഷനും സാലറി ഹൈക്കും ലഭിക്കുന്നു. കുട്ടികൾ സിക്കും ഒരു കിഡ്സ് വാച്ച് കൊടുത്ത് കോണ്ടാക്ട് ചെയ്യാനുള്ള വഴിയൊരുക്കിയിരുന്നു. ഒഫീലിയയ്ക്കുള്ള വെൽക്കം പാർട്ടി നടത്തുമ്പോൾ അവൾ ഡാൻസ് കളിക്കുന്നത് കണ്ട് വന്ന ലിയോൺസി സെലീനയെക്കുറിച്ച് ഓർക്കുന്നു. അവൾ വീഴാൻ പോയപ്പോൾ ഓടിപ്പോയി പിടിക്കുന്നതിനിടയിൽ അറിയാതെ അവളെ ചുംബിക്കുന്നു. ചുറ്റുമുള്ളവർ അത് ഫോട്ടോയും എടുക്കുന്നു. അവളെയും കൂട്ടി സി അവിടുന്നും പോകുന്നു. ക്ലെയർ ഗു എന്ന സിയുടെ പ്രോജക്റ്റ് മാനേജർ പാർട്ടിയുടെ ഫോട്ടോസ് കണ്ട് സെലീനയെ തിരിച്ചറിയുന്നു. തനിക്ക് സിയെ ഇഷ്ടമായതുകൊണ്ട് തന്നെ സെലീനയെ താൻ ഒഴിവാക്കിയിട്ടും അവൾ വീണ്ടും വന്നത് മിസ്റ്റർ ലൂ എന്ന സാറ ഓർഗനൈസേഷൻ്റെ ലീഡറിനെ അവൾ അറിയിക്കുന്നു. സിയും ഒഫീലയും തിരികെ കാറിൽ പോകുമ്പോൾ അവളുടെ പാസ്റ്റിനെ കുറിച്ച് അവൻ ചോദിക്കുന്നു. നീ സെലീനയാണോ എന്ന് തിരിച്ചറിയും വരെ നിന്നെ ഞാൻ സംരക്ഷിക്കുമെന്നവൻ പറയുന്നു. തൻ്റെ പാസ്റ്റ് വേദനിപ്പിക്കുന്നതാകും, അതുകൊണ്ട് തനിക്കതറിയണ്ട.
എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങാമെന്ന് അവൾ സിയോട് പറയുന്നു. വീട്ടിലെത്തിയ സിയും എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങാമെന്ന് തീരുമാനിക്കുന്നു. പിറ്റേന്ന് രാവിലെ സി അങ്കിളിന് ഇഷ്ടമാണോ എന്ന് അയാളെ വാച്ച് വഴി കോൺടാക്ട് ചെയ്ത് കോൾ മുഴുവൻ കേൾപ്പിച്ച് കുട്ടികൾ ഒഫീലിയയോട് ചോദിക്കുന്നു. അവർ അങ്കിളിനെ കുറിച്ച് പൊക്കി പറയുന്നുമുണ്ട്. നിവർത്തിയില്ലാതെ ഇഷ്ടമാണെന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് സിക്ക് സന്തോഷമാകുന്നു. ഓഫീസിലേക്ക് പോകുന്നതും വരുന്നതും ഇനി ഒന്നിച്ച് മതിയെന്ന് സി അവളോട് പറയുന്നു. അതും സമ്മതിച്ചവൾ കോൾ കട്ടാക്കി കുട്ടികളെ മാൻഷനിലേക്ക് പറഞ്ഞയക്കുന്നു. ഓഫീസിലെത്തിയ ക്ലെയർ ഒഫീലിയയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ലിയോൺസി ഒന്നും ഇട്ടു പറയുന്നില്ല. മാൻഷനിൽ എത്തിയ കുട്ടികളോട് മിസ്റ്റർ സിയെക്കുറിച്ച് മാസ്റ്റർ മൂ ചോദിക്കുമ്പോൾ തങ്ങൾക്ക് അച്ഛനായി അദ്ദേഹത്തെ കിട്ടിയാൽ ഇഷ്ടമാണെന്ന് അവർ പറയുന്നു. വർക്ക് കഴിഞ്ഞ് ലിയോൺസിയെ കാത്തുനിന്ന ഒഫീലിയയെ ആക്രമിക്കുന്നു. എന്നാൽ അവൾ തിരിച്ച് നല്ല ഇടി കൊടുക്കുന്നു. ആൽത്തിയെയാണ് ഇതിന് പിന്നിലെന്ന് ഗുണ്ടകൾ പറയുന്നത്. അവൾ വീഡിയോ എടുക്കുന്നു. വന്ന മിസ്റ്റർ സി അവളെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോകുന്നു. സെലീനയ്ക്ക് മാർഷ്യൽ ആർട്സ് അറിയാമെന്ന് സി പറയുമ്പോൾ താനിത് സെൽഫ് ഡിഫെൻസ് ക്ലാസ്സിൽ പഠിച്ചതാണെന്ന് അവൾ പറയുന്നു. അപ്പോഴേക്കും കുട്ടികളും കൊളിൻ ഷെന്നും എത്തുന്നു. സി തിരികെ വീട്ടിലേക്കും പോകുന്നു ഷെന്നിനൊപ്പം. തങ്ങളുടെ മിഷൻ പാളിയത് ഗുണ്ടകൾ ആൽത്തിയെ അറിയിക്കുന്നു. അങ്കിൾ സിയോട് അധികം അടുപ്പം വേണ്ടെന്ന് കുട്ടികളോട് ഒഫീലിയ പറയുന്നു. മിസ്റ്റർ സി തൻ്റെ ഫിയാൻസിയാണ്, അവനോട് അടുപ്പം കാണിക്കുന്നത് ചീപ്പാണെന്ന് പറയുന്ന ക്ലെയറിനോട് ഒഫീലിയ നല്ല മറുപടി പറയുന്നു. കാർ വാങ്ങാൻ ഷോറൂമിലെത്തുന്ന ഒഫീലിയയും കുട്ടികളും മാഡം മൂനെയും ആൽത്തിയെയും കാണുന്നു. എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്ന് മാഡം മൂ പറയുമ്പോൾ കാർ വാങ്ങിത്തന്നാൽ മതിയെന്ന് ഒഫീലിയ പറയുന്നു. ഇതിനെ ആൽത്തിയെ പരിഹസിക്കുമ്പോൾ ഗുണ്ടകളുടെ വീഡിയോ കാണിച്ച് ഒഫീലിയ അവളെ ഭീഷണിപ്പെടുത്തുന്നു. ഈ സ്ത്രീകൾ തങ്ങളുടെ അമ്മയെ അപമാനിക്കരുതെന്ന് കരുതി കുട്ടികൾ വിളിച്ചു വരുത്തിയ മിസ്റ്റർ സി തക്ക സമയത്ത് വരുന്നതോടെ ആൽത്തിയെയും മാഡമും ചമ്മി അവിടുന്നും പോകുന്നു. അവർ നേരെ കാർ വാങ്ങാൻ പോകുമ്പോൾ മിസ്റ്റർ എക്സ് എന്ന സ്ട്രേഞ്ചർ ഒഫീലിയയ്ക്ക് വേണ്ടി കാറ് ബുക്ക് ചെയ്ത വിവരം സ്റ്റാഫ് അവരെ അറിയിക്കുന്നു. എന്നാൽ സിക്ക് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ഒഫീലിയ അത് വേണ്ടെന്ന് വയ്ക്കുന്നു. മിസ്റ്റർ എക്സ് താനാണ് കോഡിങ് ചെയ്ത് കിട്ടിയ പൈസ കൊണ്ട് വാങ്ങിയതാണെന്നൊക്കെ സ്റ്റെർലിംഗ് പറയുമ്പോൾ അവൾ ആ കാറ് സ്വീകരിക്കുന്നു. മിസ്റ്റർ എക്സ് ആരെന്നറിയാതെ മിസ്റ്റർ സി പിണങ്ങി പരിഭവിച്ച് തിരികെ പോകുന്നു. മിസ്റ്റർ ഷെന്നിനോട് മിസ്റ്റർ എക്സിനെ കുറിച്ച് അന്വേഷിക്കാനും അയാൾ പറയുന്നുണ്ട്. ഇതേ സമയം സിയുടെ അമ്മ വന്ന് ഒഫീലിയയുമായുള്ള ബന്ധത്തെ ചൊല്ലി കരച്ചിലും ബഹളവുമാകുന്നു. ബ്ലൈൻഡ് ഡേറ്റ് പോകാൻ സിയെ നിർബന്ധിക്കുമ്പോൾ ഒഫീലിയയും ബ്ലൈൻഡ് ഡേറ്റിന് പോകുന്നത് ബെല്ലയുടെ വീഡിയോ വഴി അയാൾ അറിയുന്നു. ബ്ലൈൻഡ് ഡേറ്റിന് പോകുന്ന സിയുടെ പിന്നാലെ അവിടെ നടക്കുന്നതറിയാൻ അമ്മയും പോകുന്നുണ്ട്. അവിടെ വെച്ച് ബെല്ലയെയും സ്റ്റെർലിങ്ങിനെയും കാണുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമാകുന്നു. എന്നാൽ ഇത് ഒഫീലിയയുടെ മക്കളാണെന്ന് അവർക്കറിയില്ല കേട്ടോ. മകൻ്റെ ബ്ലൈൻഡ് ഡേറ്റ് കണ്ട് ആസ്വദിച്ച് അവരവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അമ്മയെ കാണിക്കാൻ വേണ്ടി മാത്രം മകൻ അവിടെ തകർത്തഭിനയിക്കുന്നു. ഒഫീലിയയുടെ ബ്ലൈൻഡ് ഡേറ്റ് ഇവിടെ നടക്കുന്നത് കണ്ട് നല്ല അസൂയയുണ്ട് മിസ്റ്റർ സിക്ക്. 2 കപ്പ് ജ്യൂസ് കുടിച്ചപ്പോഴേക്കും വയറിന് സുഖമില്ലാതെ അമ്മ ബാത്റൂമിൽ പോയ തക്കത്തിന് ഡാഡി എന്ന് വിളിച്ച ബെല്ലയും സ്റ്റെർലിങ്ങും വരുന്നതോടെ മിസ്റ്റർ സിയുടെ ഡേറ്റിൻ്റെ കാര്യം ഒരു വഴിക്കായി. ഒഫീലിയയുടെ ബ്ലൈൻഡ് ഡേറ്റും അവരൊന്നിച്ച് കുളമാക്കി കൊടുക്കുന്നു. ബാത്റൂമിൽ നിന്ന് വന്ന അമ്മ മകനെയും തിരഞ്ഞങ്ങനെ നിൽപ്പാണ്. ഡേറ്റ് കുളമായെന്ന് അവർ ഫോൺ വഴി അറിയുന്നുമുണ്ട്. കുട്ടികൾ ചെയ്തതിന് ഒഫീലിയ ലിയോൺസിയോട് ക്ഷമ ചോദിപ്പിക്കുന്നു അവരെ കൊണ്ട്. കുട്ടികളെ ഗെയിം കളിക്കാൻ വിട്ട് വീട്ടിലെത്തി ഒഫീലിയയും മാപ്പ് ചോദിക്കുന്നു. രാത്രി ഒരു വർക്കുണ്ട്, കുട്ടികളെ നോക്കണമെന്ന് ലിയോൺസിയെ പറഞ്ഞേൽപ്പിക്കുന്നു. ക്ലെയർ ഗോ തൻ്റെ ഫിയാൻസി അല്ലെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അത് വിശ്വസിക്കാതെ ഒഫീലിയ ജോലിക്ക് പോകുന്നു. മിസ്റ്റർ ലിയോനെ കാണാൻ ക്ലെയർ ഒഫീലിയയെ കൊണ്ടുപോയി. ഇരുവർക്കും ഡ്രിങ്ക്സ് കൊടുത്ത് ബാത്റൂമിലേക്ക് എന്നും പറഞ്ഞ് അവൾ പോകുന്നു. ഒത്തിരി നേരമായിട്ടും ഒഫീലിയയെ കാണാത്തത് കൊണ്ട് കോളിനെ കുട്ടികളെ നോക്കാൻ ഏൽപ്പിച്ച് സി ഒഫീലിയയെ അന്വേഷിച്ച് പോകുന്നു. ഒഫീലിയ ആണെങ്കിൽ അടിച്ച് പിറ്റായി അവിടുന്നും പോകുന്നു. ഒഫീലിയയെ ക്ലെയർ മനഃപൂർവ്വം കൊടുക്കിയതാണ്. അവൾ വന്നു നോക്കുമ്പോൾ ഒഫീലിയയെ കാണാനില്ല. മദ്യപിച്ച് ലക്ക് കെട്ടുകൊണ്ട് തന്നെ നീ ഇന്ന് ഏതവൻ്റെ കൂടെയാണ് ഉറങ്ങുന്നതെന്ന് തനിക്കറിയണമെന്ന് അവൾ മനസ്സിൽ പറയുന്നു. ഒഫീലിയയെ തിരഞ്ഞെത്തിയ സിക്കാണ് അവളെ കിട്ടിയത്. ഇരുവരും ആ രാത്രി ഒന്നിച്ചു കഴിഞ്ഞു. രാവിലെ ഒന്നും അറിയാത്ത പോലെ ഒഫീലിയ പെരുമാറിയപ്പോൾ സി അവിടുന്ന് മെല്ലെ മുങ്ങി. എന്നാൽ അങ്കിൾ സിയെ വിവാഹം കഴിച്ചേ പറ്റുമെന്ന് കുട്ടികൾ വാശി പിടിക്കുമ്പോൾ ഒഫീലിയ അതിന് വഴങ്ങുന്നു. കോളിനോട് പറഞ്ഞ് മിസ്റ്റർ ലിയുവുമായുള്ള എല്ലാ കോൺട്രാക്റ്റും അവസാനിപ്പിച്ചിരിക്കുകയാണ് സി. ഓഫീസിൽ വെച്ച് ക്ലെയറും ഒഫീലിയയും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ സി ഇടപെട്ട് പരിഹരിക്കുന്നതിനോടൊപ്പം തന്നെ ക്ലെയറുമായുള്ള എല്ലാ ബന്ധവും അയാൾ അവസാനിപ്പിക്കുന്നു. കുട്ടികളുമായി മാളിൽ എത്തിയ ഒഫീലിയ മിസ്റ്റർ ലൂനെ കണ്ടെങ്കിലും തിരിച്ചറിഞ്ഞില്ല.
അവളുടെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടത് അയാൾക്ക് മനസ്സിലായി. ഇതേ സമയം തൻ്റെ കമ്പനി കീ മോഷ്ടിച്ച സാറ ഓർഗനൈസേഷൻ ലീഡർ മിസ്റ്റർ ലു ചൈനയിൽ എത്തിയെന്നത് കോളിൻ ഷൻ പറഞ്ഞ് ലിയോൺസി അറിയുന്നു. ആ കീ കൊടുത്തത് ക്ലെയർ ആയിരുന്നു. മിസ്റ്റർ ലൂനു സെലീനയെ ഇഷ്ടമായിരുന്നു. ഒഫീലിയയുടെ വീട്ടിലെത്തിയ ലിയോൺസി കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു. ഇരുവരും വൈൻ കുടിക്കുന്നു. എന്നാൽ ഒഫീലിയ ഓവറായി ലിയോൺസിയെ ചുംബിക്കുന്നത് കുട്ടികൾ കാണുമ്പോൾ അവൾ വീടിനകത്തേക്ക് കയറി പോകുന്നു. സെലീനയെ സ്വപ്നം കണ്ടിരിക്കുകയാണ് മിസ്റ്റർ ലു. ഒഫീലിയ ആൽത്തിയയെ കാണാൻ ഡോക്സിലേക്ക് പോയപ്പോൾ അവളെ കൊല്ലാൻ ആൽത്തിയ ആളുകളെ ഏർപ്പാടാക്കിയിരുന്നു. എന്നാൽ തന്ത്രപൂർവ്വം ഒഫീലിയ രക്ഷപ്പെട്ട് എത്തിയത് അവളെ കാണാഞ്ഞപ്പോൾ തിരഞ്ഞു വന്ന ലിയോൺസിയുടെ അടുത്തേക്കാണ്. വീണ്ടും സെലീനയുമായി താരതമ്യം ചെയ്തപ്പോൾ ദേഷ്യപ്പെട്ട് ഒഫീലിയ അവിടുന്നും പോകുന്നു. ഇതെല്ലാം കണ്ട് ക്ലെയർ നിൽപ്പുണ്ടായിരുന്നു. വീട്ടിലെത്തിയ അവൾക്ക് ലിയോൺസിയെ കിട്ടാത്തതിനാൽ ഭ്രാന്താകുന്നു. സത്യങ്ങൾ അറിയാൻ തായ്ലൻഡിലേക്ക് പോവുകയാണ് സിയും കോളിനും. സിയെ കിട്ടാത്തതിൻ്റെ ദേഷ്യം ക്ലെയർ ഒഫീലിയയോട് തീർക്കുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ മഴ പെയ്യുന്നു. മിസ്റ്റർ ലു അവിടെ എത്തി അവൾക്ക് കുട നൽകി സൗഹൃദം സ്ഥാപിക്കുന്നു. അയാൾ അവളെയും കൊണ്ടേ പോകൂ എന്ന മട്ടാണ്. കുറേ ദിവസമായിട്ടും ലിയോൺസിയെ കാണാത്തതിൻ്റെയും തന്നോട് പറയാതെ പോയതിൻ്റെയും പരിഭവമാണ് അവനോട് ഒഫീലിയയ്ക്ക്. കുട്ടികൾ അവരുമായി വാച്ച് വഴി സംസാരിക്കാറുണ്ട്. മിസ്റ്റർ ലുവിനെ കുറിച്ച് അന്വേഷിക്കാനാണ് അവർ തായ്ലൻഡിലേക്ക് പോയത്. കുട്ടികളെയും ഒഫീലിയയെയും മിസ് ചെയ്തതുകൊണ്ട് തന്നെ ലിയോൺസി വേഗം ചൈനയിലേക്ക് വരുന്നു. എന്നാൽ ഒഫീലിയ പിണക്കത്തിലാണെന്ന് കുട്ടികൾ സിയെ അറിയിക്കുന്നു. മിസ്റ്റർ ലു ചൈനയിലുണ്ടെന്നറിഞ്ഞ് അന്വേഷണം ആരംഭിക്കാൻ അവൻ കോളിനോട് പറയുന്നു. ഒഫീലിയയുടെ മുറിയിലെത്തിയ സി മിസ്റ്റർ ലു കൊടുത്ത കുടയെക്കുറിച്ച് അവളിൽ നിന്നും അറിയുന്നു. ഒഫീലിയയെയും സിയെയും ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കുട്ടികൾ. സിയുടെ അമ്മയും അവർക്കൊപ്പം ചേരുന്നു. അവർ ഒന്നിച്ച് സിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. സിയുടെ മുഖച്ഛായ സ്റ്റെർലിങ്ങിനും ബെല്ലയ്ക്കുമുണ്ട് എന്നായിരുന്നു അമ്മയുടെ അവകാശവാദം. രാത്രിയിൽ ഒരു ചർച്ചയും അവർ പ്ലാൻ ചെയ്തു. ഓഫീസിൽ നിന്നും ഒഫീലിയയെ പിക്ക് ചെയ്യാൻ സി വന്നപ്പോൾ അവൾ മേക്കപ്പ് ചെയ്യുകയാണ്. അവളിപ്പോഴും അവനോട് പിണക്കത്തിലാണ്. അവരൊന്നിച്ച് ഒഫീലിയയുടെ കാറിലാണ് പോയത്. മിസ്റ്റർ എക്സ് തന്ന കുടയാണ് വീട്ടിലുള്ളതെന്ന് ഒഫീലിയ സിയോട് പറയുന്നു. മിസ്റ്റർ എക്സിനോട് സിക്ക് അസൂയയുണ്ട്. കാറിൻ്റെ സ്പീഡ് കൂട്ടി ബ്രേക്ക് കിട്ടാതെ അവർക്ക് ആക്സിഡൻറ്റ് പറ്റുന്നു. കോളിനെ വിളിച്ച് സിയുടെ വണ്ടിയിൽ ഇരുവരും യാത്ര തുടരുന്നു. ചെറിയ മുറിവുകളെ അവർക്കുണ്ടായിരുന്നുള്ളൂ. വണ്ടിയിൽ വെച്ച് ഒഫീലിയെ ഇഷ്ടമാണെന്നും കുട്ടികളെ സ്വന്തമായി കരുതിക്കൊള്ളാമെന്നും മിസ്റ്റർ സി പറയുമ്പോൾ അവൾ അവനെ ചുംബിക്കുന്നു. വണ്ടിയിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നു. അപ്പോഴേക്കും കുട്ടികളും സിയുടെ അമ്മയും വരുന്നു. സിയെയും ഒഫീലിയയെയും തനിച്ചാക്കി അവർ പുറത്തു പോകുന്നു. ഈ സമയം ആക്സിഡൻ്റ് ഉണ്ടായത് ആരോ നമുക്കിട്ട് പണിതാണെന്ന് കോളിൻ വന്നറിയിക്കുന്നു. അവനെ പറഞ്ഞുവിട്ട് അവർ സംസാരിക്കുന്നു. ആക്സിഡൻറ്റിന് പിന്നിൽ ക്ലെയർ ആണെന്നറിഞ്ഞ സി അവളെ വിളിച്ചു വരുത്തി MK കമ്പനി വിട്ടുപോകാൻ പറയുന്നു. ഒഫീലിയയ്ക്ക് സിയുടെ അമ്മ ധാരാളം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു. ഒഫീലിയയെ കൊല്ലാൻ ശ്രമിച്ചതിന് മിസ്റ്റർ ലൂവും ക്ലെയറും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. തനിക്ക് വയ്യെന്ന് പറഞ്ഞ ലിയോൺസി ഒഫീലിയയെ വിളിച്ചു വരുത്തി ഉമ്മ ചോദിച്ചെങ്കിലും ഒന്നും കൊടുക്കാതെ ഒഫീലിയ തിരികെ പോകുന്നു. താൻ ഇനിയും കുറേ കഷ്ടപ്പെടാനുണ്ടെന്ന് സി ചിന്തിക്കുന്നു. താനൊരു ബിസിനസ് ട്രിപ്പിന് പോവുകയാണെന്ന് കുട്ടികളെ ഒഫീലിയ വിളിച്ചറിയിക്കുന്നു. ഓഫീസിൽ നിന്ന് പുറത്ത് കടന്നപ്പോൾ മിസ്റ്റർ ലൂ അവളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. തൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ലെന്ന് അവൾ പറഞ്ഞെങ്കിലും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനെന്ന് പറഞ്ഞ് അവളെ കാറിൽ അയാൾ കയറ്റിക്കൊണ്ടു പോകുന്നു. കുട്ടികളുടെ കൂടെയാണ് സി. അമ്മയെ എങ്ങനെ സ്വന്തമാക്കാമെന്ന് അവർ സിക്ക് പറഞ്ഞു കൊടുക്കുന്നു. മിസ്റ്റർ എക്സ് സ്റ്റെർലിംഗ് ആണെന്നും അവർ പറയുന്നുണ്ട്. തനിക്ക് സിയെ ഇഷ്ടമാണെന്ന് ഒഫീലിയ മിസ്റ്റർ ലൂവിനോട് പറയുന്ന നേരം സി അവളെ തിരഞ്ഞെത്തുന്നു. അവൾ മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ മിസ്റ്റർ ലൂ ഒരു ശ്രമവും നടത്തുന്നുണ്ട്. സി അവളെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് പോയി മറ്റൊരു സ്ഥലത്ത് വെച്ച് അവളെ പ്രപ്പോസ് ചെയ്യുന്നു. അവൾ യെസ് പറഞ്ഞ് ചുംബിക്കുന്നു. വിവാഹത്തിൻ്റെ ചർച്ചയിലാണ് എല്ലാവരും. മിസ്റ്റർ ലൂവും ഇക്കാര്യം അറിഞ്ഞിരുന്നു. വിവാഹ ദിവസം കുട്ടികളും ഓഡിറ്റോറിയം മൊത്തം ഓടിക്കളിക്കുന്നു. സിയുടെ അമ്മയും മാസ്റ്റർ ലൂവും എത്തിയിട്ടുണ്ട്. കോളിൻ ഫോണിൽ തിരക്കിലാണ്. തന്നെ കാണാൻ ആരും വന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് മുറിയുടെ വാതിലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ് ഒഫീലിയ. സി വരുന്നത് കണ്ടപ്പോൾ അവൾ വേഗം വാതിലടച്ചു. അവൻ വാതിലിൽ മുട്ടുമ്പോൾ ആരാണതെന്നവൾ അകത്തു നിന്നും ചോദിക്കുന്നു. നിന്റെ ഭർത്താവാണെന്നവൻ മറുപടിയും നൽകുന്നുണ്ട്. എന്നാൽ അവൾ വാതിൽ തുറന്നില്ല. പാസ്റ്റർ വിളിക്കുന്നുണ്ടെന്ന് കോളിൻ പറഞ്ഞപ്പോൾ സി അവനോടൊപ്പം പോയി. വളരെയേറെ ശ്രമിച്ചെങ്കിലും ഒഫീലിയ വാതിൽ തുറന്നില്ല. വിവാഹ വസ്ത്രമണിഞ്ഞ് അതീവ സുന്ദരിയായി ഒഫീലിയ സിയുടെ അടുത്തേക്ക് നടക്കുന്നതിനിടയിൽ മിസ്റ്റർ ലൂ അവിടേക്ക് വരുന്നു. കല്യാണം കാണാനല്ല, മുടക്കാനാണ് അയാൾ വന്നത്. ഒഫീലിയയോട് മാത്രമായി നിന്റെ മകൻ എൻ്റെ അടുത്താണ്, വേണമെങ്കിൽ തനിയെ വരാൻ പറഞ്ഞ് മിസ്റ്റർ ലൂ പോകുന്നു. അയാൾ എന്താണ് പറഞ്ഞതെന്ന് സി ചോദിച്ചെങ്കിലും അവൾ തുറന്നു പറയാതെ ലൂവിൻ്റെ പിന്നാലെ പോയി.
അപ്പോഴാണ് സ്റ്റെർലിംഗ് മിസ്സിംഗ് ആണെന്ന് ബാക്കിയുള്ളവർ അറിയുന്നത്. സി അവിടെയെല്ലാം തിരഞ്ഞെങ്കിലും സ്റ്റെർലിങ്ങിനെയോ ഒഫീലിയയെയോ കണ്ടില്ല. ഒഫീലിയ മിസ്റ്റർ ലൂവിൻ്റെ താവളത്തിലെത്തിയെങ്കിലും സ്റ്റെർലിംഗ് അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. മിസ്റ്റർ ലൂ തൻ്റെ ആളുകളെ അടിച്ചു വീഴ്ത്തിയാൽ സ്റ്റെർലിങ്ങിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് കേട്ട് ഒഫീലിയ അവരെയെല്ലാം അടിച്ചു വീഴ്ത്തി. എന്നാൽ മിസ്റ്റർ ലൂവിനെ അടിച്ചു വീഴ്ത്താൻ അവൾക്കായില്ല. കാരണം അവളെ അടവുകളെല്ലാം പഠിപ്പിച്ചത് അയാളായിരുന്നു. അയാളുടെ അടിയിൽ അവൾ തലയിടിച്ചു വീഴുന്നതിനിടയിൽ പഴയ കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ വരുന്നു. ക്ലെയറും അവിടെ ഉണ്ടായിരുന്നു. സ്റ്റെർലിംഗ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതോടെ എല്ലാവർക്കും കുറച്ച് ആശ്വാസമായി. ഒഫീലിയയെ എടുത്ത് മിസ്റ്റർ ലൂ പോകുന്നു. മിസ്റ്റർ ലൂ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒഫീലിയയ്ക്ക് ബോധം വരുന്നു. അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമ്പോൾ താൻ ലിയോണിനെ സ്നേഹിച്ചെന്ന കാര്യം അവൾ അറിയുന്നു. എന്നാൽ തനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് മിസ്റ്റർ ലൂ അവളെ പിടിച്ചു വെക്കുന്നു. മിസ്റ്റർ ലൂവിൻ്റെ പ്ലാൻ വഴിയാണ് സെലീന ലിയോൺസിയെ പരിചയപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഒഫീലിയ ആണെന്നും പറഞ്ഞ് അവൾ അവിടുന്ന് രക്ഷപ്പെടുമ്പോൾ താൻ വരച്ചു വെച്ച ഒഫീലിയയുടെയും തൻ്റെയും വിവാഹ ചിത്രം അയാൾ ഒരു ഭ്രാന്തനെ പോലെ വലിച്ചു കീറുന്നു. താൻ തായ്ലൻഡിൽ പോയി ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയെന്നും രക്ഷിച്ചത് ലൂ ആണെന്നും പകരമായി സിയുടെ കമ്പനി കീ എടുത്തു കൊടുക്കാൻ സഹായിച്ചതുമെല്ലാം അവൾ സിയോട് പറയുന്നു. എന്നാൽ താൻ ഒരിക്കലും ചതിച്ചിട്ടില്ല. ഡ്യൂപ്ലിക്കേറ്റ് കീയാണ് താൻ അയാൾക്ക് കൊടുത്തത്. സിയെ ഇഷ്ടപ്പെട്ടത് അഭിനയമായിരുന്നില്ലെന്നൊക്കെ പറയുമ്പോഴും എല്ലാം ഒന്നിച്ചു കേട്ട സി ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുന്നു. സ്റ്റെർലിംഗ് സിയുടെ കുട്ടിയാണ്. ബെല്ലയെ തായ്ലൻഡിൽ വെച്ച് ദത്തെടുത്തതാണ്. ഇതെല്ലാം കേട്ട സി അവിടുന്നും പോകുന്നു. സെലീന എന്നത് സിയുടെ മുന്നിൽ അഭിനയിക്കാൻ ലൂ നൽകിയ വ്യാജ പേരായിരുന്നു. സി പോയപ്പോൾ വിഷമിച്ചിരിക്കുന്ന ഒഫീലിയയാണ് കാണിക്കുന്നത്. കുട്ടികൾ ഇതെല്ലാം കണ്ടും കേട്ടും അവിടെ നിൽപ്പുണ്ടായിരുന്നു. സത്യങ്ങളെല്ലാം തായ്ലൻഡിൽ വെച്ച് തന്നെ പറയാൻ ശ്രമിച്ചെങ്കിലും ഒരു ആക്സിഡൻറ്റിൽ അമ്നേഷ്യ വന്ന് സ്വയം ആരെന്ന് പോലും അറിയാതെ ജീവിക്കുകയായിരുന്നു ഒഫീലിയ ഇത്രയും നാൾ. പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ച് മദ്യപിക്കുകയാണ് സി. കുട്ടികളാകട്ടെ സത്യമറിഞ്ഞ വിഷമത്തിലും. ലൂ ആണെങ്കിൽ MK കമ്പനിയെ തകർക്കാനുള്ള പരിപാടിയിലാണ്. ഈ വിവരമറിഞ്ഞ കൊളിൻഷൻ സിയെ അറിയിക്കുന്നു. ക്ലെയറിനെ സംശയമുണ്ടെന്ന് സി അവനോട് പറയുന്നു. ഒഫീലിയയ്ക്ക് 7 വർഷം മുന്നേ നടന്ന ആക്സിഡൻറ്റ് അന്വേഷിക്കുകയാണ് സിയുടെ അടുത്ത ലക്ഷ്യം. സ്റ്റെർലിങ്ങിൻ്റെ ബർത്ത്ഡേ ആകാറായെന്ന വിവരം അമ്മയും സിയെ അറിയിക്കുന്നുണ്ട്. ബർത്ത്ഡേ ദിവസം സി വരില്ലെന്നാണ് ഒഫീലിയ കുട്ടികളോട് പറഞ്ഞതെങ്കിലും അയാൾ വന്നു. ബർത്ത്ഡേ ആഘോഷിച്ച് താൻ വീട് മാറാൻ പോവുകയാണെന്ന വിവരം ഒഫീലിയയോട് സി പറയുന്നു. വിഷമിച്ചുകൊണ്ട് കുട്ടികൾ വിളിക്കുമ്പോൾ അവൾ അകത്തോട്ട് പോകുന്നു. അവർ ഒന്നിക്കണമെന്ന ബർത്ത്ഡേ വിഷ് മാത്രമേ കുട്ടികൾക്കുള്ളൂ. തൻ്റെയും ഒഫീലിയയുടെയും വിവാഹ ചിത്രം വരയ്ക്കുന്ന തിരക്കിലാണ് മിസ്റ്റർ ലൂ വീണ്ടും. ലിയോൺസിയുടെ ബിസിനസ് തകർക്കാൻ താൻ ഒപ്പിച്ച പണിയൊന്നും ഏറ്റില്ലെന്നറിയുമ്പോൾ ചിത്രത്തിലെ ഒഫീലിയയുടെ മുഖത്ത് അയാൾ കുത്തി വരയ്ക്കുന്നു. നീയാണ് എൻ്റെ വധുവെന്നും പറയുന്നു. ഇതേ സമയം കുട്ടികളെ മാസ്റ്റർ മൂൻ്റെ അടുത്താക്കി ബിസിനസ് ട്രിപ്പിനായി കാറിൽ കയറിയ ഒഫീലിയയെ മിസ്റ്റർ ലൂ തട്ടിക്കൊണ്ടുപോകുന്നു. സെലീനയ്ക്കുണ്ടായ ആക്സിഡൻറ്റും കീ മോഷ്ടിച്ചതുമെല്ലാം ക്ലെയർ ആണെന്ന് കോളിൻ വഴി സി അറിയുന്നു. പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നറിഞ്ഞ് ക്ലെയർ പൊട്ടിക്കരയുന്നു. സത്യങ്ങളെല്ലാം തെളിഞ്ഞ സ്ഥിതിക്ക് ഒഫീലിയയെ വിളിക്കണോ വേണ്ടയോ എന്ന ചിന്തയിലാണ് സി. കോളിൻ വന്നപ്പോൾ അയാൾ ഫോൺ വഴി ഒഫീലിയയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. സിക്കും കിട്ടിയില്ല. ഇതിൽ അപകടം മണത്ത സി അമ്മയെ വിളിക്കുമ്പോൾ കുട്ടികൾ മാത്രമേ അവരോടൊപ്പം ഉള്ളൂവെന്നറിയുന്നു. വിവാഹ വസ്ത്രം അണിയിച്ച് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുകയാണ് ലൂ ഒഫീലിയയ്ക്ക്. ബോധം വന്നപ്പോൾ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവൾ അയാളെ തട്ടിമാറ്റുന്നു. കുറേയേറെ കഴിഞ്ഞപ്പോൾ സി ഹെലികോപ്റ്ററിൽ രക്ഷിക്കാൻ വരുന്നത് കണ്ട ഒഫീലിയ അവൻ്റെ അടുത്തു നിന്നും ഓടുന്നു. സിയുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ലൂ അവളെ ഷൂട്ട് ചെയ്യുന്നു. ലിയോൺ സി കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് പഴയ കാര്യങ്ങൾ ഓർക്കുന്നു. പോലീസ് വന്ന് ലൂനെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്യുന്നു. 3 മാസങ്ങൾക്ക് ശേഷം മമ്മി ഉണർന്നെന്ന് കുട്ടികൾ പറഞ്ഞത് കേട്ട ലിയോൺ സിയോട് ചെന്ന് ഒഫീലിയയെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴേക്കും സിയുടെ അമ്മയും വരുന്നു. തനിക്ക് വിശക്കുന്നുണ്ടെന്ന് ഒഫീലിയ പറയുമ്പോൾ ഒരു വലിയ സദ്യ തന്നെ ഒരുക്കി തരാമെന്ന് അവർ പറയുന്നു. പിന്നീട് അവർ ഒന്നിച്ച് സ്നേഹിച്ച് സന്തോഷത്തോടെ കഴിയുന്ന സീനിൽ ഈ ഡ്രാമ അവസാനിക്കുന്നു. ഭയങ്കര ഷോർട്ട് ആൻഡ് ലവ്ലി ഡ്രാമ ആയിരുന്നല്ലേ ഇത്? ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു ഡ്രാമ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.